BJP ഗവൺമെൻറ് ഇപ്പോൾ വന്നത് അത് മതം എന്നത് ഒരു തുറുപ്പ് ചീട്ടായി അല്ലെങ്കിൽ ഒരു മാസ്ക് ആയിട്ട് അവർ കാണുന്ന ഒരു കാര്യമാണ്. അതിന് പിന്നിൽ വലിയ വ്യാവസായിക ലക്ഷ്യങ്ങൾ, വലിയ കച്ചവട താല്പര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ പോരാടാൻ ആർക്കാണ് കഴിയുക? കോൺഗ്രസ്സിന് കഴിയില്ല എന്നുള്ളത് ബലഹീനത. കോൺഗ്രസിൻ്റെ ബലഹീനത ഇപ്പോൾ തന്നെ അവർ തെളിയിച്ചു കഴിഞ്ഞു. കോൺഗ്രസ്സിന് കഴിയില്ല. 18 പേരെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി പാർലമെൻറ്റിൽ അയച്ചിട്ട് വാ തുറക്കാൻ, മുണ്ട് മടക്കി കുത്താൻ പോലും എഴുന്നേൽക്കാത്ത ഒരു 18 MP-മാരെ നമ്മൾ കേരളം സംഭാവന ചെയ്തിട്ട് എന്താണ് കാര്യമെന്നുള്ളതാണ് നമ്മുടെ കേരള ജനത ശരിക്കു പറഞ്ഞാൽ ചിന്തിക്കേണ്ടത്. അത്രയും ബലഹീനമായ രീതിയിലാണ് കഴിഞ്ഞ ഒരു 5 വർഷം നമ്മളുടെ MP-മാർ പാർലമെൻറ്റിൽ പ്രവർത്തിച്ചത്. നമ്മളുടെ കേരളത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് ഒരിക്കൽ പോലും പിന്തുണ നൽകാനോ ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായി തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളീയ ജനത ചിന്തിക്കേണ്ടത് ഈ പ്രാവശ്യം ആരെ വിടണം. നമ്മളുടെ ഇപ്പോൾ കോട്ടയത്തിൻ്റെ തന്നെ MP ആയിട്ടുള്ള തോമസ് ചാഴിക്കാടൻ കേരളം അംഗീകരിച്ചതാണ് ഏറ്റവും കൂടുതൽ MP വിഹിതം ചെറിയ പദ്ധതികൾക്കായിട്ട് മുഴുവനായും ചെലവഴിക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളുടെ വിഹിതത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം വിനിയോഗിച്ച തോമസ് ചാഴിക്കാടനല്ലേ നമ്മൾക്ക് ഇവിടുന്ന് പോകേണ്ടത്? അദ്ദേഹം ഒരു വലിയ വാഗ്മിയൊന്നുമല്ല, പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. വൻകിട പദ്ധതികളിലല്ല അദ്ദേഹം കേന്ദ്രീകരിച്ചിരുന്നത്. ചെറുകിട പദ്ധതികൾ, ആളുകളുടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ, ജലസേചന പദ്ധതികൾ, പ്രാഥമികമായി ആളുകൾക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ജലമാവാം, അവരുടെ വീട്ടിലേക്കുള്ള വഴിയാവാം, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഴുവൻ പദ്ധതി വിഹിതവും വിനിയോഗിച്ച കേരളത്തിലെ ഏക MP എന്ന് പറയാവുന്ന സിറ്റിംഗ് MP ആയിട്ടുള്ള തോമസ് ചാഴിക്കാടനല്ലേ വിജയിക്കേണ്ടത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ജയിക്കണം, അധികാരത്തിൽ വരണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ന് വരെ ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ജനോപകാരപ്രദമായ പദ്ധതികളും നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഉജ്ജ്വൽ യോജന, സ്ത്രീകളെ സംബന്ധിച്ചാണ് ഉജ്ജ്വൽ യോജന, സൗജന്യമായിട്ടുള്ള ഗ്യാസ് കണക്ഷൻ, കിസാൻ ക്രെഡിറ്റ് കാർഡ്, കിസാൻ സമ്മാൻ നിധി, അങ്ങനെ അനവധിയായിട്ടുള്ള 100 കണക്കിന് പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളും പദ്ധതികളും ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് തന്നെ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ആ കേന്ദ്ര ഗവൺമെൻറ്റിന് പിന്തുണ നൽകുന്നതിന് വേണ്ടി കോട്ടയത്ത് നിന്നും മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടണം. അതുകൊണ്ട് മാത്രമേ ഈ മണ്ഡലത്തിൽ വികസനം ഉണ്ടാവുകയുള്ളൂ. മറിച്ച് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട മറ്റ് 2 പേരും ജയിച്ച് പ്രതിപക്ഷത്ത് ചെന്നിരുന്നുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഭരണപക്ഷത്തിനൊരു കൈത്താങ്ങായി കോട്ടയത്തിൻ്റെ ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റിൽ മുഴങ്ങണമെങ്കിൽ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഈ മണ്ഡലത്തിൽ നിന്നും ജയിക്കേണ്ടത് ഈ നാടിൻ്റെ അത്യാവശ്യമാണ്. ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 14 വർഷമായിട്ട് ഭരണം നടത്തുന്നുണ്ട്. ആ ഭരണത്തിൻ്റെ നേട്ടങ്ങളൊക്കെയും കോൺഗ്രസ് തുടങ്ങി വെച്ച കാര്യങ്ങളുടെ പൂർത്തീകരണമാണ്. അപ്പം അല്ലാതെ പുതുതായിട്ട് ആരംഭിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കോൺഗ്രസ് ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും ഛിന്നഭിന്നമായി പോയപ്പോഴും ഭാരതം ഇപ്പോഴും ഐക്യത്തോടെ നിലനിൽക്കുന്നത് ദീർഘവീക്ഷണത്തോടെ കോൺഗ്രസ് ഭരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ കയറി വരണമെന്നും മിടുക്കന്മാരായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ, ശക്തിമാനായ ഒരാൾ പ്രധാനമന്ത്രിയാവണമെന്നും ഇന്ത്യയെ ഒന്നായി കണ്ടുകൊണ്ട് ഭാരതത്തെ ഭരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ച് കോട്ടയം നിയോജകമണ്ഡലത്തിൽ നിന്ന് ഫ്രാൻസിസ് ജോർജ്, UDFൻ്റെ കാൻഡിഡേറ്റായ ഫ്രാൻസിസ് ജോർജ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.
കാരണം അദ്ദേഹം 2 പ്രാവശ്യം ലോകസഭയിൽ പോയപ്പോഴും നല്ല രീതിയിൽ അദ്ദേഹം പ്രകടനം കാഴ്ചവെച്ചു. വിദ്യാസമ്പന്നനാണ്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് സ്ഥാപക നേതാവിൻ്റെ മകനാണ്. തോമസ് ചാഴിക്കാടനേക്കാളും അദ്ദേഹം പ്രവർത്തന ശൈലിയിൽ മിടുക്കനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് UDFൻ്റെ സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടായതുപോലെ തന്നെ 20-20 കോൺഗ്രസ് നേടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. എൻ്റെ അഭിപ്രായത്തിൽ മോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ വികസനത്തിനെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല. വികസനത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, അതുപോലെയുള്ള പല രീതിയിലുള്ള നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരുപാട് പദ്ധതികൾ, ഇതെല്ലാം മോദി സർക്കാരിൻ്റെ വാഗ്ദാനം മാത്രമല്ല, അതെല്ലാം നടപ്പിലായിട്ടുമുണ്ട്. അതിനാൽ മോദി സർക്കാരുമായി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കോട്ടയം പാർലമെൻറ്റിൽ സംശയമില്ലാത്ത കേസല്ലേ, തുഷാർ വെള്ളാപ്പള്ളി തന്നെ ജയിക്കണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുകാലിലെ മന്ത് വലതുകാലിലോട്ട് വെച്ച് വലതുകാലിലെ മന്തെടുത്ത് ഇടതുകാലിലേക്ക് വെക്കുക. മന്തിന് മാറ്റമൊന്നും വരുന്നുമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത്? ഇവർക്ക് എന്താണ് അവകാശപ്പെടാനുള്ളത്? ഇതൊക്കെ പറച്ചിലല്ലേ. സാധാരണക്കാരിലേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒരിക്കലും സാധാരണക്കാരന് ഒരു പ്രയോജനം ഇപ്പം തന്നെ നമ്മുടെ കേരള സർക്കാരിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഭക്ഷണ സാധനങ്ങൾ പോലും, അവശ്യ സാധനങ്ങൾ പോലും നമ്മുടെ മാവേലി സ്റ്റോറുകളിലില്ല. പക്ഷേ കേന്ദ്രത്തിലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് 10 വർഷം ഇന്ത്യക്ക് നല്ല നേട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട ആളുകൾ ലോട്ടറി വിറ്റാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ കോൺഗ്രസ് തന്നെ പാർലമെൻറ്റ് ജയിച്ചാലേ ഞങ്ങൾക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ. അല്ലാത്തത് വന്നാൽ ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ലാതെ ഞങ്ങളെല്ലാം അവരെല്ലാം തള്ളിക്കളയും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യം പറഞ്ഞാലും അവർ അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിയെ കൊണ്ടുവന്നാൽ പാവപ്പെട്ട ജനങ്ങൾക്ക്, ഞങ്ങൾ ഈ ജീവിക്കുന്ന ഈ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ രക്ഷയില്ലാതെ വരും. അതുകൊണ്ട് പാർലമെൻറ്റ് UDF തന്നെ ഭരിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നോക്ക, ദളിത്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഒന്നിച്ചു കൂടിക്കൊണ്ട് അവരുടെ തീരുമാനപ്രകാരം ഞങ്ങളെ സഹായിക്കുന്ന ആരുണ്ടോ അവർക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട്, ഇനിയിപ്പോൾ വരുന്ന കാലങ്ങളിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ കോട്ടയം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ജയിക്കുക. അവർ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം. അതുപോലെ തന്നെ ഇവിടെ കാസ്റ്റ് സെൻസസ് നടത്തണം. നമ്മൾ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും വിഭാഗങ്ങൾ കൂടിക്കൊണ്ട് അവരുടെ ഒരു കൂട്ടായ്മ തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് ശക്തമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. തീർച്ചയായിട്ടും ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ അതിന് സഹായകമായി നിൽക്കുന്ന ആരാണോ അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് അറിയിച്ചുള്ളൂ. ദിവസങ്ങൾക്കകം ഇന്ത്യ അടുത്ത 5 വർഷത്തേക്ക് ആര് ഭരിക്കണമെന്നതിനെക്കുറിച്ച് നിർണായകമായ ഒരു തീരുമാനം ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പൊതുഭരണ സമ്പ്രദായത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയട്ടെ, 1947 മുതൽ വന്ന ഗവൺമെൻറ്റുകളൊക്കെയും ഈ സംവിധാനം നിലനിൽക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുകയും അത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായി പ്രത്യേകിച്ചും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാഗത്തുനിന്നും EMSൻ്റെ ഭാഗത്തുനിന്നും പിന്നീട് വന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വാജ്പേയി അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്നും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ അനവധിയായ കാര്യങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ പൊതുഭരണം ഒരു പ്രതിസന്ധിയെ നേരിടും എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. കോവിഡ് കാലത്ത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്ത് ഇന്ത്യയിലെ 80 കോടി ജനങ്ങൾക്ക് അധിക വിഹിതമായി 5 കിലോ കൊടുത്തപ്പോൾ അത് പ്രധാനമന്ത്രിയുടെ അരിയായി. ആ പ്രക്രിയ 2021 ഡിസംബർ 31 വരെ തുടർന്നു വന്ന വസ്തുതയാണ്. അതിനുശേഷം അത് നിന്നുപോയെങ്കിലും പിന്നീട് 3 രൂപ നിരക്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ഭക്ഷ്യധാന്യത്തെ ഇല്ലാതാക്കുകയും പ്രധാനമന്ത്രിയുടെ അരി എന്ന പേരിൽ അപ്പോൾ അത് ലേബൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് പക്ഷേ നമ്മുടെ സംവിധാനത്തിന് എന്തോ ഒരു തകർച്ച സംഭവിക്കുമോ എന്ന് ഞങ്ങൾ പൊതുവെ ആശങ്കപ്പെടുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്ന് പൊതുഭരണമാണ്. ആ പൊതുഭരണത്തിന് മങ്ങലേൽറ്റാൽ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ആ തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന മുന്നണി ഏതായിരുന്നാലും
അവർ പൊതുഭരണം സംരക്ഷിക്കണം. മാത്രമല്ല ആ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു MP തന്നെയാണ് നമുക്ക് വേണ്ടതെന്നാണ് പൊതുവെ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്. ഈ അടുത്ത നാളിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയും ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും കശാപ്പ് ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിരെയും ഈ സംസ്ഥാനം ഭരണത്തിലിരിക്കുന്ന അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെയും വിധി എഴുതുവാൻ പോകുന്ന ഈ അവസരത്തിൽ, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ രാജ്യത്തെ തൊഴിലാളികളെയും കർഷകരെയും വഞ്ചിച്ച ജനങ്ങളെ വഞ്ചിച്ച് ആകപ്പാടെ നാശമാക്കിയ ഈ ഭരണകൂടങ്ങൾ രണ്ടിനും എതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കണം സാധാരണക്കാരൻ്റെ ചിഹ്നമായ ഓട്ടോറിക്ഷയുടെ ചിഹ്നത്തിൽ ഫ്രാൻസിസ് ജോർജിന് വോട്ട് ചെയ്ത് ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. തൊഴിലാളികളായ ഞങ്ങളെ വളരെയധികം ദ്രോഹിച്ച ഈ പ്രസ്ഥാനങ്ങൾ രണ്ടും, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയുടെ 400 രൂപ മുടക്കി പെർമിറ്റ് പുതുക്കിക്കൊണ്ടിരുന്നത് 4300 രൂപയെ വർദ്ധിപ്പിച്ച ഈ സർക്കാരാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ചതിവും വഞ്ചനയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ രാജ്യത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിധി എഴുതേണ്ടത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേറുവാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി കോട്ടയം പാർലമെൻറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജിന് ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് എന്നെപ്പോലെയുള്ള തൊഴിലാളികളുടെ ആവശ്യമെന്ന് ഞാൻ ഇവിടെ അടിവരയിട്ട് പറയുന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിക്കുന്നതൊപ്പം തന്നെ ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മുന്നണിയായതാണ്. ഈ വർഗീയതയും ഫാസിസ്റ്റ് പ്രവണതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ ചെറുക്കുവാനും ജനങ്ങൾ സ്വൈര്യമായി ജീവിക്കുവാനും കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു മുന്നണിയായതുകൊണ്ട് ആ മുന്നണി ഇന്ത്യയിൽ ഭരണം കൈയാളണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഒപ്പം തന്നെ കോട്ടയത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പ് 3 പ്രധാനപ്പെട്ട മുന്നണികളും ഇവിടെ മത്സരരംഗത്തുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് LDF എങ്കിലും 3 മുന്നണി എന്ന നിലയിലാണ് അവരിപ്പോൾ മത്സരിക്കുന്നത്. ഇതിൽ വിശേഷിച്ച് UDFൻ്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് അദ്ദേഹത്തോടുള്ള എന്തെങ്കിലും ബഹുമാനമോ ആദരസൂചകമായിട്ടല്ല, മറിച്ച് LDF എന്ന പ്രസ്ഥാനം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുകയാണ്. അതിന് ബദലായിട്ട് ഈ ഭരണത്തിനെതിരായിട്ടൊരു വികാരം ഇപ്പോൾ നിലവിലുണ്ട്. അത് ശക്തിപ്പെടുന്നിരിക്കുകയുമാണ്. അതിനാൽ എൻ്റെ ആഗ്രഹവും അഭിപ്രായവും UDFൻ്റെ സ്ഥാനാർത്ഥി കോട്ടയത്ത് ജയിച്ചു വരണം എന്നാണ്.